ശ്ലോകം 80 മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. ഭാഗവതമുഖ്യ ഭഗവാൻ നാരദ ഹംസയോഹോ ഗതിം പ്രാദിശ്യ ഹി അമും ആമന്ത്ര്യ സിദ്ധലോകം തതഹ അഗമത്. അതായത് മൈത്രേയ മഹർഷി പറയാണ്, ഭക്തരിൽ മുഖ്യനും ഭഗവാനുമായ നാരദ മഹർഷി ജീവാത്മ പരമാത്മ തത്വം ആ ഗതിയെക്കുറിച്ച്, ഹംസയോഹോ ഗതി, ആ ഗതിയെക്കുറിച്ച് ഒരു കഥയിലൂടെ പുരഞ്ജന ചരിതത്തിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് അമോം ആ പ്രാചീന ബർഹിസ് രാജാവിനോട് ആ മന്ത്രി യാത്ര പറഞ്ഞിട്ട് സിദ്ധലോകത്തേക്ക് അഗമത് പോയി എന്നാണ് പറയുന്നത്. ഇനി അതിനുശേഷം ശ്ലോകം 81 പ്രാചീന ബർഹി രാജർഷി പ്രജാസർഗ അഭിരക്ഷണേ ആദിശ്യ പുത്രാൻ അഗമത് തപസേ കപിലാശ്രമം. അതിനുശേഷം പ്രാചീന ബർഹിസ് രാജർഷിയായ പ്രാചീന ബർഹിസ് പ്രജാസർഗ അഭിരക്ഷണേ തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദിശ്യാന്ന് ആജ്ഞ നൽകിയെന്ന് പുത്രാൻ അഗമത് പുത്രന്മാരെ, അതായത് പുത്രന്മാരെ കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അവർ അതായത് നമ്മൾ പഠിച്ചല്ലോ, പ്രജേതസ്സുകൾ അവർ തപസ് ചെയ്യാൻ പോയിരിക്കല്ലേ, അപ്പോൾ ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശം കൊടുത്തു. തൻ്റെ പ്രജകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് ആ കൊട്ടാരത്തിൽ പറഞ്ഞേൽപ്പിച്ചിട്ട് തപസേ കപിലാശ്രമം അഗമത് തപസ് ചെയ്യാൻ കപിലാശ്രമത്തിലേക്ക് പോയി. അപ്പോൾ പ്രജേതസ്സുകൾ തപസ്സിന് പോയതിന് ശേഷം പ്രാചീന ബർഹിസ് മക്കളെ പോലും കുറിച്ച് ചിന്തിക്കാതെ പുണ്യത്തിനായിട്ട് പൂജ ചെയ്ത് നടക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ അദ്ദേഹം രാജർഷി എന്നൊരവസ്ഥയിലേക്ക് മനസ്സ് വന്നു. മനസ്സാണ് എല്ലാത്തിനും മുഖ്യം, മനസ്സാണ് മാറേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇനി ഭരണം, അതോടുകൂടി എല്ലാത്തിൽ നിന്നും മുക്തനായി രാജ്യം, പ്രജകളുടെ സംരക്ഷണം, മക്കളെ തിരിച്ചു കൊണ്ടുവരണം, അവരെ ആ പ്രജേതസ്സുകളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാനായി കപിലാശ്രമത്തിലേക്ക് പോയി. തത്ര ഏകാഗ്രമനഃ വീരഃ ഗോവിന്ദചരണാംബുജം വിമുക്തസംഘ അനുഭജൻ ഭക്ത്യാ തത് സാമ്യത അഗാത്. തത്ര അവിടെ ചെന്ന്, കപിലാശ്രമത്തിൽ ചെന്ന്, ഏകാഗ്രമനഃ ഏകാഗ്രമായ മനസ്സോടെ വീരനായ പ്രാചീന ബർഹിസ് ഗോവിന്ദ ചരണാംബുജം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിച്ച് വിമുക്ത സംഘ എല്ലാ മമതയിൽ നിന്നും സംഘത്തിൽ നിന്നും മുക്തനായി നിരന്തരമായി അനുഭജൻ ഭഗവാനെ ഭജിച്ചു ഭക്തിയോടെ. അങ്ങനെ തത് സാമ്യത അഗാത്, തത് സാമ്യത ആ ഭഗവാനോട് സാമ്യം ചേർന്നു എന്ന്, അതായത് സാരൂപ്യം പ്രാപിച്ചു. അഗാത് എന്ന് വെച്ചാൽ പ്രാപിച്ചു, ഭഗവാന്റെ രൂപത്തിന് തുല്യമായിട്ടുള്ള സാരൂപ്യമുക്തി നേടി എന്ന്. അങ്ങനെ പ്രാചീന ബർഹിസ് അവിടെ പോയി ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ തപസ് ചെയ്ത് എല്ലാത്തിൽ നിന്നും മനസ്സ് പിന്തിരിഞ്ഞ് ഭഗവാനിൽ ഉറച്ചതോടുകൂടി ഭഗവാനിലേക്ക് സാരൂപ്യമുക്തി നേടി. അതായത് ഭഗവാനെ പോലെ തന്നെയുള്ള അതേ രൂപത്തിലുള്ള സാരൂപ്യമുക്തി നേടി. ശ്ലോകം 83 ഏതദ് അധ്യാത്മ പരോക്ഷ്യം ഗീതം ദേവർഷിണ അനഘ യഹ ശ്രാവയേത് യഹ ശൃണുയാത് സലിംഗേന വിമുച്യതേ. ഏതത് ഇതിനെ അധ്യാത്മ പാരോക്ഷ്യം, ആ അധ്യാത്മതത്വത്തെ പരോക്ഷമായ ഒരു കഥയിലൂടെയാണല്ലോ പറഞ്ഞു കൊടുത്തത്. ആ ഇതിനെ ഗീതം ദേവർഷി നാരദനാൽ ഉപദേശിക്കപ്പെട്ട, അനഘ എന്ന് വിളിക്കുന്നത് ഇവിടെ വിതുരരെ കേട്ടോ, അല്ലയോ ആ വിതുരരെ ദേവർഷി നാരദൻ പറഞ്ഞു കൊടുത്ത ഈ അധ്യാത്മതത്വത്തെ യഹ ആരാണോ ശ്രാവയേത് നന്നായി മനസ്സിലാക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, യഹ ആരാണോ ശൃണുയാത് നല്ലോണം ചിന്തിച്ച് മനസ്സിലാക്കി കേൾക്കുന്നത്, സഹ അവൻ ലിംഗേന വിമുച്യതേ ദേഹബോധത്തിൽ നിന്നും കുറച്ചെങ്കിലും മുക്തനായിരിക്കുമെന്ന്. അപ്പോൾ ദേവർഷി നാരദർ പറഞ്ഞുകൊടുത്ത ഈ അധ്യാത്മതത്വം, പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പറഞ്ഞു കൊടുത്ത ഈ അധ്യാത്മതത്വത്തെ നന്നായി മനസ്സിലാക്കി കേട്ട് മനനം ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കി കേൾക്കുക, അതോടൊപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവൻ ആ ദേഹബോധത്തിൽ നിന്നും മുക്തനായിരിക്കും. ശ്ലോകം 84 ഏതദ് മുകുന്ദ യശസാ ഭുവനം പുനാനം ദേവർഷിവര്യ മുഖ നിസ്സൃതം ആത്മശൗചം യഹ കീർത്തിമാനം അധിഗച്ഛതി പാരമേഷ്ട്യം ന അസ്മിൻ ഭവേ ഭ്രമതി മുക്ത സമസ്തബന്ധഃ. ഏതത് ഈ ഒരു പുരഞ്ജനോപാഖ്യാനം എന്ന കഥ മുകുന്ദ യശസ ഭഗവാന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന, ഭുവനം പുനാനം ഈ ഭൗതിക ലോകത്തെ ശുദ്ധീകരിക്കുന്ന, ദേവർഷിവര്യ മുഖ നിസ്സൃതം ദേവർഷിവര്യനായ നാരദ മഹർഷിയുടെ മുഖത്തു നിന്നും നിസ്സൃതമായ ആത്മശൗചം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, യഹ
ഈ ഒരു വർണ്ണന യഹ ആരാണോ കീർത്യമാനം, അതായത് നിത്യവും മനസ്സിലാക്കി കീർത്തിക്കുന്നത്, അതിഗച്ഛതി അതിലിങ്ങനെ മുഴുകുന്നത്, അവർ പാരമേഷ്ട്യം അതായത് മുക്തിയെ നൽകുന്നതും, പാരമേഷ്ട്യം എന്ന് വെച്ചാൽ മുക്തിയെ നൽകുന്നതുമായ ഈ കഥ നന്നായി മനസ്സിലാക്കി നിത്യവും കീർത്തിച്ച് അതിൽ മുഴുകുന്നതാരാണോ അവർ ന അസ്മിൻ ഭവേ ഭ്രമതി, ഈ ഒരു ഭൗതിക ലോകത്ത് കിടന്ന് ഇങ്ങനെ ഭ്രമണം ചെയ്യില്ല എന്ന്, വന്നു പോയി ഉള്ള ഈ ചുറ്റിക്കറങ്ങിൽ നിന്ന് മുക്തനായി, മുക്ത സമസ്ത ബന്ധ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവൻ മുക്തനാകും എന്ന്. അപ്പോൾ ഭഗവാനെ കീർത്തിക്കുന്നതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതും ആത്മസാക്ഷാത്കാരത്തെ നൽകുന്നതും ദേവർഷി നാരദരുടെ മുഖത്തിൽ നിന്നും ഒഴുകിയതും ഹൃദയശുദ്ധിക്ക് അനുയോജ്യവുമായ ഈ ഒരു വർണ്ണന, ഈ പുരഞ്ജനോപാഖ്യാനം നന്നായി മനസ്സിലാക്കി നിത്യവും അതിൽ മുഴുകി ആസ്വദിച്ച് കീർത്തി ചെയ്യുന്നതാരാണോ അവൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് വരെ അവൻ മുക്തനാകുന്നു. ശ്ലോകം 85. അധ്യാത്മപാരോക്ഷ്യം ഇദം മയാ അധിഗതം അദ്ഭുതം ഏവം സ്ത്രീയ ആശ്രമ പുംസ ചിന്ന അമൂത്ര ച സംശയ. അധ്യാത്മപാരോക്ഷ്യം ഈ പരോക്ഷമായ ഒരു കഥയിലൂടെ അവതരിപ്പിച്ച ഈ അധ്യാത്മതത്വത്തെ, ഇദം ഈ പുരഞ്ജനോപാഖ്യാനം, മയാ അധിഗതം അദ്ഭുതം അത്ഭുതകരമായ ഈ കഥ, മയാ അധിഗതം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ കേട്ടു മനസ്സിലാക്കിയതാണ്. ഏവം ഇത് ശരിയായി മനസ്സിലാക്കിയാൽ സ്ത്രീയ ആശ്രമ, സ്ത്രീയ എന്ന് പറയുന്നത് ഇവിടെ മായയെ ആശ്രയിച്ചിരിക്കുന്ന പുംസ ആ ജീവസത്തയുടെ ചിന്ന അമൂത്രച്ച സംശയ എല്ലാ സംശയങ്ങളെയും, ചിഹ്നഹ എന്ന് വെച്ചാൽ ഛേദിച്ചു കളയും, അമൂത്രഹ എന്ന് വെച്ചാൽ പരലോക, അതായത് ഈ മരണത്തിന് ശേഷം എന്തായി തീരും എന്നുള്ള ആ ചിന്തയെ വരെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വരെയുള്ള സംശയത്തെ ഇത് ഛേദിച്ചു കളയുന്നു എന്ന്. അപ്പോൾ വിതുരർ പറയാണ്, എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നുമാണ് അത്ഭുതകരമായ ഈ പുരഞ്ജനോപാഖ്യാനം എന്ന കഥ ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. ഇത് ശരിയായി മനസ്സിലാക്കുന്ന ഒരു ജീവസത്ത നന്നായി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം കേട്ടോ, വർക്ക് ചെയ്യണേ, അല്ലാണ്ട് കേൾവിക്കാരനായി മാത്രം ഇരിക്കരുത്. നന്നായി ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അയാൾ ആ സ്ത്രീയ ആശ്രമ എന്ന് വെച്ചാൽ ആ മായയെ ആശ്രയിച്ച് ജീവിച്ചു കഴിയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച്. ആ സംശയങ്ങളും ഇനി ഈ ഇഹലോക ജീവിതത്തിനെക്കുറിച്ചുള്ള സംശയവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ സംശയങ്ങളും അതോടെ ഛേദിക്കപ്പെടുമെന്നും എല്ലാം അതോടുകൂടി മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. അതോടുകൂടി പുരഞ്ജനോപാഖ്യാനം എന്ന ഈ ഒരു ചരിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗം അധ്യായം 30 പ്രജേതസ്സുകളുടെ കർമ്മങ്ങൾ. ഇനി പ്രജേതസ്സുകൾ തിരിച്ചു വന്നിട്ട് ഭരണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ കർമ്മങ്ങളെക്കുറിച്ചാണ് ഇനി 30ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ വളരെ